നമസ്കാരം. നമ്മൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിൽ പലപ്പോഴും നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത് ഇറാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറാൻ്റെ റിലീജിയസ് ലീഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി ലീഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ചീഫ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ലീഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്തു, അറ്റാക്ക് ചെയ്തു എന്നൊക്കെ ഉള്ള പൊതുവെയുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നമുക്കറിയാം, ഏകപക്ഷീയമായിരിക്കത്തില്ല. രണ്ട് വശത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇതുപോലുള്ള പണികൾ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പൊതുവേ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ സപ്പോർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ ഓറിയൻറ്റഡ് ഉള്ള മീഡിയ ആണ് എല്ലായിടത്തും ശക്തമായിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകളായിരിക്കും നമ്മൾ കൂടുതൽ കേൾക്കുകയും അല്ലെങ്കിൽ അറിയാനും സാധ്യതയുള്ളത്. ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറാന് ഈ പറഞ്ഞ ഇസ്രായേലുമായിട്ടുള്ള ഈ വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്ന അവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ടഗ് ഓഫ് വാർ. അതിൽ ഇസ്രായേലിന് കിട്ടിയിട്ടുള്ള പണികളെക്കുറിച്ചൊന്നും നമ്മളിതുവരെ പൊതുവെ വായിച്ച് കേട്ടില്ല. ഇപ്പോഴും നമ്മൾ ഈ ഇസ്രായേൽ ഇൻവിൻസിബിളായിരുന്നു, കാരണം ഇസ്രായേലിനെ ഒരിക്കലും ആർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ഇസ്രായേൽ ഭയങ്കര ശക്തിയാണ്, മറ്റേതാണ് മാടയാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സംഭവമായിരുന്നു ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അത് ഒരിക്കലും അങ്ങനെയല്ല. കാരണം നമുക്കറിയാം, ഇറാനും വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ്. മിലിറ്ററിലി ആയാലും ശരി, മറ്റ് രീതിയിലൊക്കെ തന്നെ നോക്കുമ്പോൾ ഇറാനും വളരെ പവർഫുള്ളായിട്ടുള്ള, അവർക്കും അവരുടേതായിട്ടുള്ള ഈ സ്ട്രോങ് സൈഡ്സ് ഒക്കെ ഉള്ളൊരു രാജ്യമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇതുപോലുള്ള, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയും ആ യുദ്ധം കൂടുതൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കും നാശനഷ്ടങ്ങളുണ്ടാകും. നമുക്കിപ്പോൾ അൾട്ടിമേറ്റായിട്ട് അവസാനമായിട്ട് നമുക്ക് വിജയിക്കാൻ സാധിച്ചാൽ തന്നെയും ഇന്ത്യക്ക് ഒരു പക്ഷേ നാശനഷ്ടങ്ങൾ, നമുക്ക് ഈ ഡാമേജസ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് അബ്സോർബ് ചെയ്യേണ്ടി വരും. കാരണം ഒരാളുടെ മാത്രം കുത്തകയല്ല യുദ്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ പറഞ്ഞ ഇസ്രായേലിന് ഇറാനിയൻസിനെയും അല്ലെങ്കിൽ ഇറാന് ഇസ്രായേലിൻ്റെ ഇത് പറഞ്ഞുള്ള ലീഡേഴ്സിനെയൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവരെ എങ്ങനെയാണ് കൊല്ലുന്നത്, അല്ലെങ്കിൽ ഇവരെ എങ്ങനെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, പത്രക്കാരുടെ അല്ലെങ്കിൽ മീഡിയാസിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സാറ്റലൈറ്റ് ഉപയോഗിച്ചോ ടെക്നോളജി ഉപയോഗിച്ചോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും ഉപയോഗിച്ചില്ല. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ട്രൈറ്റേഴ്സ് എന്ന് പറയും. ട്രൈറ്റേഴ്സ് എന്ന് നമ്മൾ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ രാജ്യദ്രോഹികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ നമ്മളിപ്പം രാജ്യദ്രോഹികൾ എന്താണെന്ന് നമുക്കറിയാം. രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ഒരു പൗരൻ രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിപരീതമായിട്ട് നിലകൊള്ളുന്ന, അതിന് സമാനമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നമ്മൾ രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് ട്രൈറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ട്രൈറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തെല്ലായിടത്തും എല്ലാ രാജ്യത്തും എല്ലാ രാജ്യങ്ങളിലെ സംവിധാനത്തിലും ഈ ട്രൈറ്റേഴ്സിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഇന്നല്ല പണ്ട് മുതലേ ഉണ്ട്. നൂറ്റാണ്ടുകളായിട്ട് ഇതുപോലുള്ള സംവിധാനങ്ങളെല്ലാം എവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഭരണതലപ്പത്തിൽ മാത്രമല്ല, അല്ലാതുള്ള ഇടങ്ങളിലും എല്ലാം തന്നെ നമുക്ക് ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പനിയുടെ ട്രൈറ്ററെ നമുക്ക് കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ കമ്പനിക്ക് വിരുദ്ധമായിട്ട് കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ കോമ്പറ്റീറ്റേഴ്സിനോട് കമ്പനിയുടെ രഹസ്യങ്ങളുടെ സീക്രട്ടായി ചോർത്തി കൊടുക്കുന്ന, അല്ലെങ്കിൽ കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിലപാടെടുക്കുന്ന, പ്രവർത്തിക്കുന്ന ഒക്കെ തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം കമ്പനിയെ സംബന്ധിച്ച് ട്രൈറ്റേഴ്സാണ്. ഒരു ഫാമിലിയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇല്ലേ? കൂട്ടുകാരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ഈ പറഞ്ഞ ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട ഭരണ സംവിധാനമായിട്ട് നമ്മൾ പറയുമ്പോൾ ട്രൈറ്റേഴ്സിൻ്റെ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ഇന്ത്യയുടെ കാര്യം തന്നെ പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഈ ട്രൈറ്റേഴ്സ് എന്നൊരു രാജ്യദ്രോഹികൾ എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ രാജ്യത്ത് ഇഷ്ടം പോലെ അത്ര ആൾക്കാരുണ്ടെന്നുള്ള കാര്യം വളരെ പ്രകടമായിട്ട് തന്നെ അവർ പ്രകടിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും ഈ പ്രധാനപ്പെട്ട ഭരണ സംവിധാനങ്ങളിലും ഭരണ തലപ്പത്തും ഭരണവുമായി ബന്ധപ്പെട്ട ഈ സൈനിക കേന്ദ്രങ്ങളിലും അവരുടെ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പം നമ്മളുടെ ഇൻ്റലിജൻസ് R&AW ആണ്. R&A റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, R&AW. ISI ഉണ്ട് പാകിസ്ഥാൻ്റെ, CIA ലോകത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആണെന്ന് പറയുന്നത് മൊസാദ്, പിന്നെ ബ്രിട്ടൻ്റെ MI6 മിലിറ്ററി ഇൻ്റലിജൻസ് 6 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ചില
പ്രധാനപ്പെട്ടതെല്ലാം പ്രധാനപ്പെട്ടാണ്. പക്ഷേ നമ്മൾ ഇത്രയും ഏജൻസീസിനെ കുറിച്ചൊക്കെ നമ്മൾ പൊതുവെ കേൾക്കാറുള്ളൂ. ചൈനയുടെ ഏജൻസി അതൊന്നും നമുക്കറിയില്ല, എല്ലാവർക്കും അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഫ്രാൻസിൻ്റെ അറിയത്തില്ല, ജർമ്മനിയുടെ അറിയത്തില്ല, റഷ്യയുടെ അറിയത്തില്ല. റഷ്യയുടെ പണ്ട് ഈ സോവിയറ്റ് യൂണിയനുള്ള സമയത്ത് KGB ആയിരുന്നു വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള KGB എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റഷ്യയുടെ ഇൻ്റലിജൻസ് സ്പൈ ഏജൻസി ഏതാണെന്ന് നമുക്കറിയില്ല. പക്ഷേ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ചെറിയ രാജ്യങ്ങളായാലും നേപ്പാളിനായാലും ശ്രീലങ്കയ്ക്കായാലും മാൽഡീവ്സിനായാലും എല്ലാ രാജ്യങ്ങൾക്കും അവരായിട്ടുള്ള സ്പൈ ഏജൻസീസ് ഉണ്ട്, പിന്നെ ഇൻ്റലിജൻസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ എക്സ്റ്റേണൽ ഇൻ്റലിജൻസ് ഏജൻസിയാണ് നമ്മൾ സാധാരണ RO എന്ന് വിളിക്കുന്നു, R&AW, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, എക്സ്റ്റേണൽ ഏജൻസി. പിന്നെ IB ഉണ്ട്, നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ ഉണ്ട്. പാകിസ്ഥാൻ്റെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ISI ഉണ്ട്, ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിനുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ എല്ലാം അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭരണതലപ്പത്ത് എന്നുവെച്ചാൽ നമ്മുടെ ഭരണതലപ്പത്ത് നമ്മുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിലും ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചറിലും ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായിട്ട് വളരെ സീക്രട്ടീവ് ആയിരിക്കും, നമുക്കറിയത്തില്ല. ചിലപ്പോൾ ചിലരുടെ കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് വെളിപ്പെടുന്നു, ബാക്കി ഒട്ടുമിക്ക ഭൂരിപക്ഷം കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇതിനകത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്നുവെച്ചാൽ നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായിട്ട്, നമ്മുടെ രാജ്യതാല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട്, നമ്മുടെ പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട്, നമ്മുടെ ശത്രു രാജ്യങ്ങളാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലുള്ള ഇന്ത്യയെ സംബന്ധിച്ച്. അപ്പോൾ അവരുമായിട്ട് പിന്നെ നമ്മുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ രാജ്യത്തിന് തുരങ്കം വെക്കുന്ന രീതിയിലുള്ള കൂട്ടുകെട്ടുകളും അല്ലെങ്കിൽ നമ്മുടെ സീക്രസീസ്, രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് എല്ലാ രാജ്യത്തും എല്ലായിടത്തും എപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് അതിൽ തന്നെ ഉണ്ട്, നമ്മുടെ ബ്യൂറോക്രസിയിലുണ്ടാകും, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളിലുണ്ടാകും. എന്നുവെച്ചാൽ നമ്മുടെ ഭരണ തലപ്പത്ത് നമ്മൾ കാണുന്ന മന്ത്രിമാരും അല്ലെങ്കിൽ എന്നുവെച്ചാൽ മിനിസ്റ്റീരിയൽ ക്ലാസ് എന്നൊക്കെ നമ്മൾ പറ്റില്ലേ, പൊളിറ്റിക്കൽ ക്ലാസ്, അവിടെയൊക്കെ തന്നെ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കാർ പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും കാണും, എന്നും ഉണ്ടാകും. എല്ലാവരും രാജ്യസ്നേഹികളാണെന്ന് ഒരു രാജ്യത്തും അങ്ങനെ ഭരണതലപ്പത്തിരിക്കുന്ന അവരുടെ സൈനിക സംവിധാനത്തിലും ഇതുപോലുള്ള ഇൻ്റലിജൻസ് സംവിധാനത്തിലുള്ള എല്ലാ ആൾക്കാരും പൂർണ്ണമായിട്ടും ആ രാജ്യത്തോട് കൂറ് പുലർത്തുന്ന ആൾക്കാരെയല്ല. ഒരു വിഭാഗം തീർച്ചയായിട്ടും രാജ്യത്തിന് തുരങ്കം വെക്കുന്ന ആൾക്കാരാണ്, എല്ലായിടും ഉണ്ട്. അമേരിക്കയിലും ഉണ്ട്, തീർച്ചയായിട്ടും ചൈനയിലും ഉണ്ട്. ചൈനയ്ക്കകത്ത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇന്ത്യക്കകത്ത് നമ്മൾ പറഞ്ഞ സംവിധാനങ്ങളിൽ ചൈനയ്ക്ക് കീജ വിളിക്കുന്ന മീൻസ് ചൈനയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, പാകിസ്ഥാനകത്ത് ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഒരു ലോകമാണ് തീർച്ചയായിട്ടും ഉള്ളത്, അല്ലാത്തൊരു ലോകം യൂട്ടോപ്പിയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ വിഷയത്തിൽ എങ്ങനെ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അവരുടെ ടോപ്പ് ലീഡേഴ്സിനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ, ഇപ്പം മിലിറ്ററി, ഇൻ്റലിജൻസ്, ഇറാനെ സംബന്ധിച്ച് അവരുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഉണ്ട്. കാരണം ന്യൂക്ലിയർ വെപ്പൺസ്, അവരുടെ മിസൈൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് ടെക്നീഷ്യൻസ്, അപ്പോൾ ഇവരെയൊക്കെ ഈ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുകയും എലിമിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന യുദ്ധത്തിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാണ്. പുറമോട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൽ തിരിച്ചും സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മളിപ്പം ഈ ഇസ്രായേലിൽ മാത്രമല്ലല്ലോ കൈയുള്ളത്, ഇറാനും കൈയുണ്ടല്ലോ തീർച്ചയായിട്ടും തന്നെ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൈറ്റേഴ്സിനെ ഉണ്ടാക്കുകയും ട്രൈറ്റേഴ്സിനെ ഉപയോഗിച്ചാണ് അവർ പരസ്പരം അങ്ങോട്ട്. നമുക്ക് അറിയാം, ലോകത്തിൽ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രത്യേകിച്ച് നമ്മൾ ഭരണവും അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എവിടെയും ഈ എന്താണ് പറയുന്നത്, ഇന്റേണൽ പവർ സ്ട്രഗിൾ എവിടെയും കാണാം. നമുക്ക് അധികാരത്തിന് വേണ്ടിയുള്ള ഈ സ്ട്രഗിൾ, വടംവലി തീർച്ചയായിട്ടും അവിടെയുണ്ട്. അത് ഇറാൻ്റെ കാര്യത്തിലുണ്ട്, ഇസ്രായേലിൻ്റെ കാര്യത്തിലുണ്ട്, കാരണം ഇന്ത്യയുടെ കാര്യത്തിലുണ്ട്, പാകിസ്ഥാൻ്റെ കാര്യത്തിലുണ്ട്. എല്ലാവരും ഒരേ ഡയറക്ഷനിലേക്ക്, ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ആൾക്കാരെ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഇൻറ്റേർണൽ ഫാക്ഷൻസ് ഉണ്ട്. ഇൻറ്റേർണൽ ഫാക്ഷൻസ് എന്നാൽ ഈ ഘടകവിരുദ്ധമായിട്ട് നിൽക്കുന്ന ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എല്ലാ സംവിധാനങ്ങളിലും. അപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഈ എക്സിക്യൂഷൻസ് എന്താണ് പറയുന്നത്, വളരെ പ്രിസൈസ് ആയിട്ടുള്ള. അപ്പോൾ അവർക്ക് ഇറാൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഈ സംവിധാനത്തിനകത്തുള്ള ആൾക്കാർക്കേ കൃത്യമായിട്ട് അറിയത്തുള്ളൂ. ഇപ്പം ഉദാഹരണത്തിന്
ഇറാൻ്റെ ഏതെങ്കിലും ഒരു ലീഡർ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയും ബോംബിങ്ങിൽ കൊല ചെയ്യപ്പെട്ട അവരുടെ റിലീജിയസ് ലീഡർ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെയും അല്ലെങ്കിൽ മൊസാദിൻ്റെയും CIA ഒക്കെ തന്നെ വളരെ വ്യാപകമായിട്ടുള്ള ഇൻഫിൽട്രേഷൻ അവരുടെ സംവിധാനത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ഇൻഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ അത് ഈ ഇസ്രായേലിനും അമേരിക്കാനും ആണെന്നല്ല നിർബന്ധം, തീർച്ചയായിട്ടും ഇറാനിയൻസിനാണ് ഞാൻ പറഞ്ഞത്. അതിനകത്തിലെ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, ഈ സംവിധാനത്തിനോട് താല്പര്യമില്ല അതെന്ന സംവിധാനത്തിനകത്തുള്ള ആൾക്കാർ അതെല്ലായിടത്തും ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അവരെ ബൈ ചെയ്യും, പർച്ചേസ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. അപ്പോൾ അവർ കൊടുക്കുന്ന ഈ ഇൻഫർമേഷൻ ടിപ്പുകൾ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് ഈ പറഞ്ഞ രാജ്യങ്ങളിലെയൊക്കെ തന്നെ ലീഡേഴ്സിനെ അവർ സ്കെച്ച് ചെയ്യുകയും പിന്നെ എലിമിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ സാധ്യമല്ല ഒരിക്കലും. കാരണം നമുക്കറിയാം പണ്ട് മുതലേ ഉള്ള ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും പുറത്തു നിന്നുള്ളൊരു ശക്തിക്ക് രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണമെങ്കിൽ അത് അകത്തുള്ള ആൾക്കാരുടെ പൂർണ്ണമായിട്ടുള്ള, എല്ലാവരുടെയും അല്ല, ഒരു വിഭാഗത്തിൻ്റെ എങ്കിലും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടില്ലാതെ ഒരിക്കലും നടക്കത്തില്ല. ഇപ്പോൾ ഒരു രാജ്യം പൂർണ്ണമായിട്ടും ശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിനും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനോ എതിർത്ത് തോൽപ്പിക്കാനോ കീഴടക്കാനൊന്നും ഒരിക്കലും സാധിക്കത്തില്ല. ഈ കീഴടക്കാനും ഈ തോൽപ്പിക്കാനും പിടിച്ചടക്കാനും ഒക്കെ സാധിക്കുന്നത് അകത്തുള്ള ഈ പിന്നെ ട്രൈറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ രാജ്യദ്രോഹികൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് രാജ്യവിരുദ്ധമായിട്ട് രാഷ്ട്രവിരുദ്ധമായിട്ടൊക്കെ. അപ്പോൾ അവർ എനിമീസിൻ്റെ കൂടെ ആയിരിക്കും. എനിമീസ് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ വിഭാഗത്തിൻ്റെ സംവിധാനത്തിൻ്റെ എനിമീസ് ആരാണോ അവർക്കൊപ്പം നിശബ്ദമായിട്ട് രഹസ്യമായിട്ട് അവരിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നമ്മുടെ അവർ സ്വന്തം രഹസ്യങ്ങൾ അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ചോർത്തി എനിമീസിന് കൊടുക്കും. അങ്ങനെയാണ് എനിമീസ് ഈ രാജ്യത്തെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ കൃത്യമായിട്ട് അറിയുന്നത്. സാറ്റലൈറ്റ്സും ടെക്നോളജിയൊക്കെ ഉണ്ട്, പക്ഷേ അതിനേക്കാൾ ഇഫക്റ്റീവായിട്ടുള്ളത് ഇപ്പോഴും ഹ്യൂമൻ ഇൻ്റലിജൻസ് ആണ്. ഗ്രൗണ്ടിലുള്ള മനുഷ്യർ കളക്ട് ചെയ്യുന്ന ഇൻ്റലിജൻസ്, മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന ഇൻ്റലിജൻസാണ് ഇപ്പോഴും വളരെ വാലിഡും റിലവൻ്റും ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഇൻഫിൽട്രേഷൻ നമുക്ക് എവിടെയും കാണാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിലും പിന്നെ എല്ലായിടത്തും, പാകിസ്ഥാനിലും നമ്മുടെ നമ്മുടെ ഏജൻസ് അവരുടെ സംവിധാനത്തിലുണ്ടാകും, ഈവൻ അമേരിക്കൻ സംവിധാനത്തിലുണ്ടാകും. അത് ഇപ്പം നമുക്ക് വേണ്ടി ലോബി ചെയ്യുന്ന അമേരിക്കൻ സെനറ്റേഴ്സും കോൺഗ്രസ്സിലൊക്കെയുള്ള ആൾക്കാരില്ലേ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ടല്ലോ. ഈ പറഞ്ഞ രീതിയിലുള്ള ബീട്രയൽ, ചതിവ്, വഞ്ചന, പുറവിൽ നിന്ന് കുത്തൽ, ഇതൊക്കെ നമുക്ക് എല്ലായിടവും അധികാരം ഉള്ളിടത്തും അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും കാണാം. അപ്പോൾ ഈ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളിവിടുത്തെ ഇസ്രായേലിൻ്റെയും ഈ പറഞ്ഞ ഇറാൻ്റെയും വിഷയം പറയുമ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടോപ്പ് ലെവലിലുള്ള ലീഡേഴ്സിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാനും എലിമിനേറ്റ് ചെയ്യാനും സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്റേണൽ എനിമീസിനെ എന്നുവെച്ചാൽ ഇറാൻ്റെ സംവിധാനത്തിൽ തന്നെ ഉള്ള അവരുടെ ഇന്റേണൽ എനിമീസിനെ ഇസ്രായേൽ ഉപയോഗിച്ചും ഇസ്രായേലിനകത്തുള്ള ഇന്റേണൽ എനിമീസിനെ ഇറാൻ ഉപയോഗിച്ചും പരസ്പരം അവരുടെ നേതാക്കളെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അവരെവിടെയാണ്, എങ്ങനെയാണ്, അവരുടെ പിന്നെ രീതികൾ എങ്ങനെയാണ്, ഇതൊക്കെ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് തീർച്ചയായിട്ടും ടെക്നോളജിയും സാറ്റലൈറ്റും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. ഇപ്പം സാറ്റലൈറ്റ് ടെക്നോളജി, ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ടെക്നോളജിയും ഒരുപക്ഷെ US സാറ്റലൈറ്റ് ഈ ഇൻഫർമേഷനൊക്കെ ലഭിച്ചേക്കും. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവർക്ക് ആ മേഖലയിൽ നിന്നും വലിയ പ്രാവീണ്യമില്ലാത്തതുണ്ട്. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും. എന്നാലും ഇസ്രായേലിനെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു രാജ്യം അല്ലിപ്പോൾ ഇറാൻ ശരിക്കും. എന്നും പറഞ്ഞാൽ അവർ മോശമായിട്ടുള്ള രാജ്യമാണെന്നല്ല തീർച്ചയായിട്ടും. അപ്പോൾ അതിലും ഏറ്റവും പ്രായോഗികമായിട്ടുള്ളതും ഫലവത്തായിട്ടുള്ളതും ഹ്യൂമൻ ഇൻ്റലിജൻസ്, ഗ്രൗണ്ടിലെ ഇൻ്റലിജൻസ് തന്നെയാണ്. അപ്പോൾ ആ ഹ്യൂമൻ ഇൻ്റലിജൻസിൽ അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന ഇതുപോലുള്ള പിന്നെ ഇന്റേണൽ എനിമീസിനെ ആയിരിക്കും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പർച്ചേസ് ബൈ ചെയ്തിട്ട് അവരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത്. കാരണം തൊട്ടടുത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പരസ്പരം. പക്ഷേ ഈ അവൻ്റെ നേതാവിനെക്കുറിച്ച്, ലീഡറിനെക്കുറിച്ചായിരിക്കും അവനെ സീക്രട്ടായിട്ട്
ഇസ്രായേലിൻ്റെ മൊസാദിനും അല്ലെങ്കിൽ അതുപോലെ തന്നെ തിരിച്ച് ഇറാൻ്റെ ഈ ഇൻ്റലിജൻസ് ഇനും ഈ പറഞ്ഞ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സീക്രസി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലീക്ക് ചെയ്ത് കൊടുക്കുകയും അവനപ്പോൾ കറക്റ്റായിട്ട് അറിയാം എപ്പം ബോംബ് വന്ന് വീഴും ഡ്രോൺ വന്ന് വീഴും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവൻ അറിയാം മാറി എന്നുള്ള പറയും. അപ്പോൾ അവൻ നൈസർ അങ്ങോട്ട് മാറും. ഇപ്പോൾ ഇറാന് നമ്മൾ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം അവരുടെ അകത്തുനിന്ന് പല ആൾക്കാരെയും ഇറാൻ അറസ്റ്റ് ചെയ്യുകയും അവരെ എക്സിക്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇസ്രായേലിന് വേണ്ടി പണിയെടുത്ത ആൾക്കാരുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാനത്തിലാണ് ഈ രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്താണ് പറയുന്നത് ഈ കലാപരിപാടി നമ്മളിവിടുത്തെ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്ന രീതിയിൽ തന്നെ നമുക്കറിയാം. അതെല്ലാം തീർച്ചയായിട്ടും അറിയാവുന്ന ഒരാൾ ഇപ്പോൾ കൊല ചെയ്യപ്പെടാൻ പോകുന്നൊരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് ഏറ്റവും അടുത്തറിയാവുന്ന കണ്ടും കേട്ടും ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തിയിൽ നിന്നായിരിക്കും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് ഒരുപക്ഷെ. അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നിരന്തരം ആ വ്യക്തിയുടെ ചലനങ്ങൾ വളരെ പിന്നെ അടുത്തു നിന്ന് പറഞ്ഞാൽ ആ വ്യക്തി പോലും അറിയാതെ അടുത്തു നിന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൊടുക്കുന്ന ഇൻ്റലിജൻസിൻ്റെ രാത്രി ഇത്ര മണിക്ക് ഇന്നിടത്തുനിന്ന് ദിവസവും ഈ വഴി വരാറുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാറുണ്ട്, രാവിലെ ഇത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട്, ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ഇന്നടത്താണ് പണിക്ക് പോകുന്നത്, വീട്ടിൽ ഇത്ര പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കൊടുത്താൽ മാത്രമേ ഇതുപോലുള്ള പരിപാടികൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഹ്യൂമൻ ഇൻ്റലിജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഹ്യൂമൻ ഇൻ്റലിജൻസ് ഇതുപോലുള്ള സംവിധാനത്തിനകത്തുള്ള ഇന്റേണൽ എനിമീസിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പിന്നെ സ്വാധീനിച്ചും നമ്മൾ മലയാള സിനിമയിലൊക്കെ പറഞ്ഞ പർച്ചേസ് ചെയ്തൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ കലാപരിപാടികൾ അവർ പരസ്പരം നടത്തുന്നത്. ഇസ്രായേലിന് നഷ്ടമൊന്നും ഇല്ല എന്നുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട. പ്രത്യേകിച്ച് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇപ്പോഴുള്ള ഒരു കാഴ്ച നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ ഇനി യുദ്ധം ഒരാഴ്ച രണ്ടാഴ്ചയുടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഡിസ്ട്രോയ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇല്ല എന്നാണ് പൊതുവെയുള്ള ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മീഡിയ മൊത്തവും അവർക്ക് സപ്പോർട്ടായതുകൊണ്ട് നമുക്ക് ഇറാനിൽ കൊല്ലപ്പെടുന്ന അവരുടെ ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചോ അല്ലെങ്കിൽ മിസൈൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഈ സയൻറ്റിസ്റ്റിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലീഡേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി ലീഡേഴ്സ്, ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ലീഡേഴ്സ്, ഇവരെയൊക്കെ ഇസ്രായേൽ പിന്നെ റിമൂവ് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കൊല ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ ആണ് നമ്മൾ ഇതുവരെ പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ മറിച്ചും തീർച്ചയായിട്ടും ഇസ്രായേലിനും ഇഷ്ടം പോലെ പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.